പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ എളുപ്പമാണ്. ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഒക്കെ മതിയാകും നന്നായി പോകുന്ന ഒരു ബന്ധം തകർക്കുവാൻ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഉടനെ തീരുമാനങ്ങളൊന്നും എടുത്തു കളയരുത്. ഇനിയും ഈ ബന്ധം വേണ്ട, ഈ ജീവിത പങ്കാളിയുമായി ഇനിയും എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ഇനിയും എനിക്ക് സാധ്യമല്ല, ഇതിന് ഞാൻ എന്നേക്കുമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാ എന്നൊന്നും ചിന്തിക്കണ്ട. എഫെസി ലേഖനം 4-ാം അധ്യായം എൻ്റെ 2-ാം വാക്യത്തിൽ ഒരു വാചകമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാൻ കഴിയുക, പൊറുക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായൊരു ക്വാളിറ്റിയാണ്. എല്ലാവരും മനുഷ്യരല്ലേ, പാകപ്പിഴകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ക്ഷമിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം സ്നേഹം വേണം. സ്നേഹമില്ലാതെ എങ്ങനെയാ പൊറുക്കുന്നത്? ഇന്ന് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു ബന്ധം തകർത്ത് കളയുവാൻ എളുപ്പമാ, പക്ഷെ പണിതെടുക്കുവാൻ ഒരുപാട് സമയം വേണം. ആയതുകൊണ്ട് കർത്താവ് തന്ന ഈ ബന്ധം അത് തകർത്ത് കളയുവാൻ ഇടവരണ്ട. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കട്ടെ. ആ ഹൃദയം സ്നേഹത്താൽ നിറയപ്പെടുമാറാകട്ടെ. പൊറുക്കുവാൻ, ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് ഇപ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് നൽകട്ടെ. ആ സംഭവിച്ചതൊക്കെ അങ്ങ് മറന്നുകള. പൊറുക്ക, ക്ഷമിക്ക. നിങ്ങളുടെ ഹൃദയം സ്നേഹത്താലും സമാധാനത്താലും നിറഞ്ഞ് നിങ്ങൾ ആരെ ഇപ്പോൾ വെറുക്കുന്നോ, ആരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നോ, ആ വ്യക്തിയെ ഒന്നാഴമായി സ്നേഹിച്ച് ഹൃദയം തുറന്ന് ഒന്ന് അനുഗ്രഹിച്ചേ, മനഃപൂർവമായി ഒന്ന് ക്ഷമിച്ചേ, എന്നിട്ട് ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തിക്കേ. നിങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് ആ വ്യക്തിത്വമെങ്കിൽ ഉടനെ ഫോൺ എടുത്ത് ഒരു മെസ്സേജോ ഒരു കോളോ ചെയ്തേ. കർത്താവ് ബന്ധത്തെ സൗഖ്യമാക്കട്ടെ. എനിക്കറിയാം, ഹോളി സ്പിരിറ്റ് ചിലരോട് വ്യക്തിപരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ ചില ബന്ധങ്ങൾ സൗഖ്യമാകുകയാ. അതെ, നിങ്ങൾ ശിഥിലമാകത്തില്ല, നിങ്ങൾ വേർപെടത്തില്ല. കർത്താവ് തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ മുറിവുകളെ ഇപ്പോൾ അവിടുന്ന് കെട്ടുന്നു. അവിടുന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നു. തകർന്ന ചില ബന്ധങ്ങൾ ഇപ്പോൾ റിസ്റ്റോർ ആകുന്നു. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങയുടെ പൊന്നു മക്കളെ അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ വലിയ സൗഖ്യങ്ങൾ വ്യക്തിത്വങ്ങളിൽ നടക്കട്ടെ. കുടുംബജീവിതങ്ങളിൽ, മാതാപിതാക്കളും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. ചർച്ചിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. അഭിഷക്തർക്കും ദൈവജനത്തിനും മധ്യത്തിൽ സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിൽ പൊറുക്കുവാൻ ഇപ്പോൾ ചിലർ മനസ്സ് വെക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒത്തിരി വേണം. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തിൽ പൊറുക്കാം. ബ്ലെസ് യു.